കൊള്ളാം കിടിലം പടം, ഒരു രക്ഷയില്ല. വിക്രമേര് ഒരു കിടിലൻ സിനിമ. ത്രില്ലറാണ്, ഒരു ദിവസം നടക്കുന്ന ആക്ഷനാണ്. ഒരു ദിവസം ഉണ്ട്, പിന്നെ ഫ്ലാഷ് ബാക്ക് ഉണ്ട്, എല്ലാം ഓക്കെയാണ്. കിടിലമാണ്. നല്ല എൻഗേജിങ് ആയിരുന്നു, നല്ല ത്രില്ലിങ്. തമിഴിലെങ്ങനെ പടം പറഞ്ഞ റെയറാണ്. നല്ല എൻഗേജിങ് ആയിരുന്നു എല്ലാവരും. നല്ല പോലെ ഇപ്പോൾ ഈ ലൂസിഫറിന്റെ ഷോ ടിക്കറ്റ് കിട്ടാത്തവരില്ല കയറി കാണുന്നത് നല്ല എൻഗേജിങ് ആണ്. 3 മണിക്കൂറോളം ഉണ്ട് പടം. അപ്പോൾ അത് എൻഗേജിങ് ആയിട്ട് ഇരുത്തണമെങ്കിൽ നല്ല. കൈദി പോലെ ഇത് ആക്ഷൻ പാക്ഡ് മൂവിയല്ലേ, ഇത് ജസ്റ്റ് ത്രില്ലിംഗ് ആണ്. കൈദി കുറച്ചുകൂടെ ആക്ഷൻ പാക്ഡ് മൂവിയല്ലേ, ഇത് കുറച്ച് ത്രില്ലിംഗ് മൂവിയാണ്. അങ്ങനെയാണ്. എല്ലാ മ്യൂസിക് ഉടനീളമുണ്ട് പടത്തിന്റെ ഇടയിൽ. നല്ല മൂവിയായിരുന്നു. ഡയറക്ടർ നന്നായിട്ട് കൊടുത്തിട്ടുണ്ട്. നല്ല റൈറ്റിംഗ് ആണ് പടം. പിന്നെ വിക്രമിൻ്റെ ഫുൾ പെർഫോമൻസ് നമുക്ക് കാണാൻ പറ്റും പടം ഫുള്ളായിട്ട്. പിന്നെ ഈ ലവ് പോർഷൻസ് അതൊക്കെ ചെറുതായിട്ടുണ്ടായിരുന്നെങ്കിലും ഡയറക്ടർ നല്ല രീതിയിൽ അത് ചെയ്തിട്ടുണ്ട്. നല്ല പടം, എല്ലാവരും ഒന്ന് കാണും. നൈറ്റ് നടക്കുന്നതാണ്, എല്ലാം നൈസാണ്. ആക്ഷൻ എല്ലാം ചെയ്യാൻ വിക്രം പൊളിയാണ്, ഡയറക്ഷൻ എല്ലാം പൊളിയാണ്. ജയസൂര്യൻ കൊള്ളാം, സുരാജ് കൊള്ളാം. സുരാജ് ത്രൂ ഔട്ട് റോളുണ്ട്, എല്ലാവരും ഓക്കെ. സുരാജിന് നല്ല ത്രൂ ഔട്ട് റോളുണ്ട്, എല്ലാവരും കൊള്ളാം. വിക്രം പൊളി. പിന്നെ പാർട്ട് 2 ഇറക്കിയത് കൊണ്ട് ഈ പാർട്ട് 2 1 എന്ത് പറയാൻ വരുന്നതിനെ കുറിച്ച് കുറച്ചുകൂടെ ഹിൻറ്റും ഇട്ട് പോകായിരുന്നെങ്കിൽ പ്രശ്നമൊന്നുമില്ലായിരുന്നു. എന്നാലും പടം എൻജോയബിളാണ്. വിക്രമൊക്കെ നല്ല പെർഫോമൻസാണ്. ദൂഷര വിജയൻ നന്നായിട്ടുണ്ട്. ജയസൂര്യ അന്യായ പെർഫോമൻസാണ്. നമ്മുടെ സുരാജ് വെഞ്ഞാറമൂട് നല്ല രീതിയിലൊരു വില്ലൻ ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. മാലാപാർവതി ഓക്കെയാണ്. പടം നന്നായിട്ട് വർക്കാവും. വിക്രം കംബാക്ക് എന്ന് പറയാൻ എന്നെ സംബന്ധിച്ചിടത്തോളം വിക്രം പോയിട്ടില്ല ഇവിടുന്ന്. അപ്പം പുള്ളി ഇവിടെ ഉണ്ട്. ചില പടങ്ങൾ കറക്റ്റ് സെലക്ഷൻ നന്നായിട്ട് ആവാത്തായിരിക്കും. പക്ഷേ ഇത് നമ്മുടെ ഷിബുവിൻ്റെ പടമാണ്. നന്നായിട്ടുണ്ട് പടം, നന്നായി വരും. നല്ല മൂവിയായിരുന്നു കേട്ടാ, സൂപ്പർ. സോങ്സും ഫൈറ്റൊക്കെ എങ്ങനെയുണ്ട്? ഫൈറ്റ് ഒന്നും പറയണ്ടാവും. കാര്യം വെച്ച് കഴിഞ്ഞാൽ ഫൈറ്റ് എന്ന് വെച്ചാൽ നമ്മൾ ഭയങ്കര ഹൈപ്പേറിയ ഫൈറ്റ് അല്ല. നായകൻ ഇടി വാങ്ങിക്കുകയും ചെയ്യും, ഇടി അങ്ങോട്ട് ഒറിജിനലാണ്. കാര്യം നായകന് 5 കിട്ടിക്കഴിഞ്ഞാൽ നായകൻ 1 അങ്ങോട്ട് കൊടുക്കുകയുള്ളൂ. അങ്ങനത്തെ ഫൈറ്റിങ്. അതാണ് വിക്രം എന്ന് പറയുന്നത്. സൂപ്പറായിരുന്നു കേട്ടാ.